4-ാം തീയതി പെട്ടി പൊട്ടിക്കുന്നതിന് മുൻപുള്ള ഉദ്വേഗജനകമായ നിമിഷങ്ങൾ തള്ളി നീക്കാനുള്ള പല കലാപരിപാടികളിൽ ഒന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അനാലിസിസ്. ഇത് കലാപരിപാടി എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം എക്സിറ്റ് പോളുകൾ ഒരു സൂചന മാത്രമാണ്. കൃത്യത ഉണ്ടാവാം, ഉണ്ടാവാതെ ഇരിക്കാം. 100% കൃത്യത പൂർണ്ണമായി ഒരു എക്സിറ്റ് പോളിലും ഉണ്ടാവില്ല. പല കാരണങ്ങളാണ്. ഒന്ന്, വോട്ട് ചെയ്ത് ഇറങ്ങുന്ന ആളുകൾ കൃത്യമായ മറുപടി പറഞ്ഞുകൊള്ളണമെന്നില്ല. പറയുന്ന മറുപടി നേരിട്ടുള്ള മറുപടി ആകണമെന്നില്ല. പാരാമീറ്റേഴ്സ്, ചോദ്യങ്ങൾ അതിനെ വിശകലനം ചെയ്തുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് ശരിയാകണമെന്നില്ല. പിന്നെ ഇത്ര ശതമാനം പേർ പിന്തുണച്ചു എന്നതുകൊണ്ട് ആ ശതമാനത്തെ സീറ്റുകളായി മാറ്റാനാവില്ല. ഉദാഹരണത്തിന് 20% വോട്ട് കിട്ടുന്ന ഒരു പാർട്ടിക്ക് 20% സീറ്റുകൾ കിട്ടില്ല. അതേസമയം 40% വോട്ട് കിട്ടുന്നൊരു പാർട്ടിക്ക് ഒരുപക്ഷെ 45%, 50% സീറ്റുകൾ കിട്ടിയേക്കാം മൾട്ടി കോർണർ കോൺടെസ്റ്റിൽ. ഇത് സാധിക്കാം. അപ്പം അതുകൊണ്ട് എക്സിറ്റ് പോളുകളെ ഹരിച്ച് ഗുണിച്ച് കുറച്ച് കാണുക. പക്ഷേ എല്ലാ എക്സിറ്റ് പോളുകളും, ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളുകളും 2021 തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി പുറത്തേക്ക് പോകുന്നു, BJP അധികാരത്തിലേക്ക് വരുന്നു എന്ന സൂചനയാണ് നൽകിയത്. പക്ഷേ 294 അംഗ നിയമസഭയിൽ വൻപൻ ഭൂരിപക്ഷത്തിൽ 214 സീറ്റുകൾ നേടി 3-2 ഭൂരിപക്ഷത്തിൽ അധികം നേടി മമത തിരിച്ചെത്തി. 3-ാം ഊഴം ഇപ്പോൾ ഇതാ പൂർത്തിയാക്കിയിരിക്കുന്നു. BJP ഇപ്പോൾ ഇതേപോലെ തന്നെ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ BJP വൻപൻ മുന്നേറ്റം നടത്തും എന്നാണ് പറയുന്നത്, SIRന്റെ കൂടെ പിൻബലത്തിൽ. ഇതൊരു വലിയ പഠന വിഷയമാണ്. ദൂരെയൊക്കെയുള്ള ആളുകൾ പലരും ബംഗാളിൽ വന്ന് വോട്ട് ചെയ്ത് തങ്ങളുടെ പൗരത്വം തന്നെ ഒരുപക്ഷെ വോട്ട് ചെയ്തില്ലെങ്കിൽ നഷ്ടപ്പെടും എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് അത് പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബംഗാളിലെ വോട്ട് വളരെ സങ്കീർണമാണ്. ചില സർവേകളൊക്കെ മമതാ ബാനർജിക്ക് തന്നെ ഭൂരിപക്ഷം പറയുന്നു. മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രങ്ങൾ തെക്കൻ ബംഗാൾ, കൽക്കട്ടയുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ, അതുപോലെ കിഴക്കൻ പ്രദേശങ്ങൾ, ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന 24 പർഗാനാസ്, അതുപോലെ ദിനാജ്പൂർ, നോർത്ത് ദിനാജ്പൂർ ജില്ല, മാൽഡ, മുർഷിദാബാദ് മേഖലകൾ, ഇതൊക്കെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. ഇവിടെ എല്ലാമുള്ള നിർണായകമായ സാന്നിധ്യം. തൃണമൂൽ കോൺഗ്രസിന് പൂർണ്ണമായും മുസ്ലിം വോട്ടുകൾ ലഭിക്കുമെന്നാണ് കണക്ക്. പക്ഷേ ഇപ്രാവശ്യം കോൺഗ്രസും ഇടതുപക്ഷവും ചില മുസ്ലിം ബെൽറ്റുകളിൽ വോട്ടുകൾ തൃണമൂലിൽ നിന്നും അടർത്തി മാറ്റാനും ചില സീറ്റുകൾ കൈവശപ്പെടുത്താനും സാധിക്കും. അത് BJPക്ക് ഒരുപക്ഷെ പ്രയോജനം ചെയ്യുകയും ചെയ്തേക്കാം. അപ്പോൾ അത് ബംഗാളിൻ്റെ കാര്യമൊക്കെ. തമിഴ്നാടിനെക്കുറിച്ച് പറയുന്നത് ഞാൻ വളരെ ബ്രീഫായിട്ട് ബംഗാളും തമിഴ്നാടും പറഞ്ഞതിന് ശേഷം കേരളത്തിലേക്ക് വരികയാണ്. തമിഴ്നാട്ടിലും വിജയൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്നൊരു സർവേ ഉണ്ട്. പക്ഷേ വിജയന് കാര്യമായ സംഘടനാ സംവിധാനമില്ല ഇവിടെ. പക്ഷേ വലിയ തോതിൽ ആവേശമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പുതുമ, ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം തമിഴ്നാട്ടിലുണ്ട്. അവർ വിജയന് പുറകെ നിൽക്കും. പക്ഷേ അവർ വളരെ യങ്സ്റ്റേഴ്സാണ്, ജെൻസി കാറ്റഗറിയുള്ള ആളുകളാണ് കൂടുതലും ഉള്ളത്. പക്ഷേ അതൊക്കെ വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ചില മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ കൂടുതലും സർവേകൾ പറയുന്നത് DMKയുടെ ഒരു ഭൂരിപക്ഷം ഉണ്ടാകും. ADMK BJP മുന്നണിക്ക് കാര്യമായ നേട്ടം ഉണ്ടാവില്ല. കാരണം പ്രത്യേകിച്ച് SIR മാത്രമല്ല, കേന്ദ്രവിരുദ്ധത ഒരു വലിയ വിഷയം തന്നെയായിരുന്നു തമിഴ്നാട്ടിൽ. അതുകൊണ്ട് തമിഴ്നാട്ടിൽ വലിയ അത്ഭുതങ്ങളൊന്നും നടക്കില്ല. വിജയൻ്റെ പാർട്ടി ഒരുപക്ഷെ ഹങ് സിറ്റുവേഷൻ വന്നാൽ വിജയൻ്റെ പാർട്ടിയും കൂടെ ചേർത്തുകൊണ്ട് AIADMK TDK അവിടെ BJP കൂടെ സഖ്യകക്ഷി ആവുമോ അതോ BJP മാറ്റി നിർത്തേണ്ടി വരുമോ അറിയില്ല. അപ്പോൾ അവിടെയും ഒരു സന്നിഗ്ധാവസ്ഥ അവിടെയുണ്ട്. ആസാം BJPയുടെ നേർവാഴ്ച എന്നാണ് മിക്ക സർവേകളും പറയുന്നത്. NR കോൺഗ്രസ് പോണ്ടിച്ചേരി ലീഡ് ചെയ്യുമെന്ന് പറയുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തെക്കുറിച്ച് പറയാൻ തന്നെയാണ് വന്ന. ആമുഖമായി മറ്റ് സംസ്ഥാനങ്ങളുടെ സമഗ്ര ചിത്രം ഒന്ന് മനസ്സിൽ വേണമല്ലോ, ഏകദേശ ചിത്രം വേണമല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. കേരളത്തിൽ മൾട്ടിപ്പിൾ ഏജൻസീസ് നടത്തിയ സർവേ മിക്കതും പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ UDFന് ഭൂരിപക്ഷം കൽപ്പിച്ചു നൽകുന്നു. ഭൂരിപക്ഷം എന്നേ പറയാനുള്ളൂ. നിർണായകമായ മേൽക്കൈ ഇല്ല. ഒരു വേവ് ലൈക്ക് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ VD സതീശനൊക്കെ പറയുന്ന പോലെ 100-ൽ കൂടുതൽ സീറ്റുകൾ, 140-ൽ 100-ൽ കൂടുതൽ സീറ്റുകൾ 2001 സമാനമായ ഒരു വൻപൻ എണ്ണം ഉണ്ടാവില്ല എന്നാണ് എല്ലാ സർവേകളും അടിവരയിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കാം. കാരണം മിക്ക സർവേകളും ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് വർത്തിയായി പലപ്പോഴും കരുതുന്നത് ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേയാണ്. അപ്പോൾ അവർ പറയുന്ന ഫിഗേഴ്സ് ഇൻ ദ റേഞ്ച് ഓഫ് 84 to 90, 74 to 90, 76 to 90. വലിയൊരു റേഞ്ചാണത്.
76 എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആൻറ്റി ഇൻകമൻസിയുടെ ജസ്റ്റ് ഒരു ഫെയ്ത് മാത്രമേ ഉള്ളൂ. 90 എന്ന് പറഞ്ഞാൽ ഒരു സെമി വേവ് ഫോർമേഷനാണ്, തരംഗത്തിൻ്റെ ചെറിയൊരു സാധ്യതയാണ്. മറ്റ് ഏജൻസികളെല്ലാം സേഫ് റേഞ്ചിൽ കളിക്കുകയാണ്, 70-നും 80-നും ഇടയിൽ, പരമാവധി 85 വരെ എന്നൊക്കെയാണ് പല സർവേകളും പറയുന്നത്. അതേസമയം ഒരു സർവേ മാത്രം, ടുഡേ ചാണക്യ എന്ന പിന്നീട് കുറെ കൂടി ആലോചിച്ചതിന് ശേഷം പറഞ്ഞ ഒരു സർവേ ഉണ്ട്, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സർവേ റിപ്പോർട്ടുണ്ട്. അതിൽ പറയുന്നത് ഒരു ഹങ് സിറ്റുവേഷൻ, ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ചെറിയ മേൽക്കൈ, UDF-ന് LDF-നൊക്കെ സമാനമായ നമ്പേഴ്സ്, BJP-ക്ക് 10-11 സീറ്റ് വരെ, 3 സീറ്റ് മുതൽ 11 സീറ്റ് വരെ ലഭിച്ചാൽ തൂക്കസഭയായിരിക്കും എന്ന് പറയുന്ന ഏക എക്സിറ്റ് പോൾ അതാണ്. പക്ഷേ ആ സാധ്യത ഞാൻ മുന്നിൽ കാണുന്നില്ല. നേരത്തെ ഒരിക്കൽ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത് ഓർക്കുന്നു, തൂക്കസഭ വന്നാൽ പോലും ഭരണ ഫോർമേഷൻ, ഗവൺമെൻറ് ഫോർമേഷൻ അസാധ്യമാവില്ല. അതിനുള്ള പ്രധാന കാരണമായി ഞാൻ കാണുന്നത് കേരള കോൺഗ്രസുകൾക്ക് കുറേ സീറ്റുകൾ കിട്ടും അപ്പുറം ഇപ്പുറമായി. അതിലേതെങ്കിലും കേരള കോൺഗ്രസുകളോ ചെറിയ കക്ഷികളോ ഇനി BJP ഒഴിവാക്കാൻ എന്ന വ്യാജേന UDF-നെയോ LDF-നെയോ സഹായിക്കും. അങ്ങനെ ഭൂരിപക്ഷം തട്ടിക്കൂട്ടി എടുക്കും, ഭരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തൂക്കസഭ വന്നാലൊന്നും ഇവിടെ അസ്ഥിരതയൊന്നും വരാൻ പോകുന്നില്ല. ചില മാറ്റങ്ങൾ UDF LDF സംവിധാനത്തിൽ, ചില അഴിച്ചുപണികൾ സംഭവിക്കും എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും സംഭവിക്കാനും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അവിടെയാണ് എങ്ങനെ വിശകലനം ചെയ്യും, എന്തുകൊണ്ട് തരംഗങ്ങളില്ലാത്ത തിരഞ്ഞെടുപ്പ്. സർവേകളുടെ കണക്കാണ് കേട്ടോ. 4-ാം തീയതി നമുക്ക് വീണ്ടും കാണാം, 4-ാം തീയതിക്ക് ശേഷം. അപ്പോൾ കറക്റ്റ് കണക്ക് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം നടത്താൻ കഴിയും. ഇപ്പോൾ എക്സിറ്റ് പോളുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു തമാശ കണക്കുകൾ മാത്രമാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. അവരുടെ ആഗ്രഹം, ഒരുപാട് പേര് ഇത് കേൾക്കുമല്ലോ, എക്സിറ്റ് പോളുകൾ ശ്രദ്ധിക്കുമല്ലോ, പൊതു നിഗമനങ്ങളാണെന്ന് മാത്രം കൂട്ടിയാൽ മതി. എന്തുകൊണ്ട് പോളിൽ വലിയ നമ്പേഴ്സ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഒരു കാര്യത്തിൽ ഒരുമയുണ്ട്, UDF-ന് തന്നെയാണ് എഡ്ജ്. ആ എഡ്ജിൻ്റെ അടിസ്ഥാനം 3 മേഖലകളിലും തിരിച്ചു പറയുന്നുണ്ട് മിക്ക സർവേകളും. വടക്കൻ കേരളം, മധ്യ കേരളം, തെക്കൻ കേരളം. അപ്പോൾ നമ്മളെല്ലാം ഇതുവരെ പറഞ്ഞിരുന്നത് വടക്കൻ കേരളത്തിൽ വൻപൻ മേൽക്കൈ UDF-നുണ്ടാകും. അതൊരു ന്യൂനപക്ഷ വോട്ടിൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടിൻ്റെ കൺസോളിഡേഷനാണ്, ഏകീകരണമാണ്. മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഏകീകരണം നല്ല രീതിയിൽ UDF-ന് അനുകൂലമായി നടക്കുന്നു. BJP കിട്ടാവുന്ന ചില വോട്ടുകൾ FCRA-യുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഒലിച്ചുപോയി, അതും UDF-ന് പ്രയോജനമായി മാറുന്നു. തെക്കൻ കേരളത്തിൽ LDF-ന് നേട്ടം എന്ന രീതിയിലാണ്. ഇപ്പോഴങ്ങനെയല്ല പറയുന്നത്, മിക്ക സർവേകളും പറയുന്നത് എക്രോസ് ദ ഫ്രോണ്ടിയർ എല്ലായിടത്തും UDF മെച്ചപ്പെടും എന്ന രീതിയിലാണ്. എന്നാൽ ഒരിടത്തും വലിയ ഒരു തരംഗമൊട്ട് പറയുന്നതുമില്ല. അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന്, കമ്മ്യൂണിറ്റി തിരിച്ചുകൊണ്ടുള്ള വോട്ടിംഗ് പാറ്റേൺ പല ഏജൻസികളും എടുത്തിട്ടില്ല, പക്ഷേ ആക്സിസ് ബൈ ഇന്ത്യ അങ്ങനെ തന്നെ എടുത്തു. അതിൽ പറയുന്നത് മുസ്ലിം ക്രിസ്ത്യൻ ഏകീകരണം സംഭവിച്ചു. 16% മുസ്ലിങ്ങൾ, അതായത് ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന മുസ്ലിങ്ങൾ 16%-ഓളം അവിടെ നിന്നും വോട്ടിൻ്റെ ഇറോഷൻ ഉണ്ടായി മാറി. എങ്ങോട്ടായിരിക്കും മാറിയത്? കൃത്യമായി മാറിയത് UDF-ലേക്കാവും, മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും. അതെന്തുകൊണ്ടാണ്? BJP-യിലേക്ക് മാറാൻ സാങ്കേതികമായി ബുദ്ധിമുട്ടുകളുണ്ട്. അതിൻ്റെ രാഷ്ട്രീയം അറിയാമല്ലോ, മുസ്ലിം രാഷ്ട്രീയം BJP രാഷ്ട്രീയം രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കില്ല, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ 9%, LDF വോട്ടേഴ്സായിരുന്ന 9% മാറി ചിന്തിച്ചു. അതിൽ ചെറിയ ഭാഗം BJP-യിലേക്ക് പോയി കാണാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, FCRA ബന്ധം വന്നപ്പോൾ അങ്ങനെ മാറിപ്പോയതിൻ്റെയും ചെറിയ പങ്ക് മരവിപ്പിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ UDF-ലേക്ക് വന്നേക്കാം. അപ്പോൾ 16% മുസ്ലിങ്ങളും 9% ക്രിസ്ത്യാനികളും ഇടതുപക്ഷത്തു നിന്നും അകന്നുപോയി. ഇപ്പം സ്വാഭാവികമായി ഉണ്ടാകുന്ന ചോദ്യം എന്താണ്? അങ്ങനെയെങ്കിൽ ഭൂരിപക്ഷ സമുദായം, കേരളത്തിൻ്റെ 54% വരുന്ന ഭൂരിപക്ഷ ഹൈന്ദവ സമുദായം, അത് പല വിഭാഗങ്ങളാണ്. 13% വരുന്ന നായർ കമ്മ്യൂണിറ്റി, ഒരു 26-27% വരുന്ന ഈഴവ കമ്മ്യൂണിറ്റി, അതാണ് സിംഗിൾ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ഇൻ കേരള, ഇത് ഈഴവ കമ്മ്യൂണിറ്റി. ഇവരുടെയൊക്കെ വോട്ടുകൾ ഇവിടെ പോയി. അപ്പോൾ സർവേകളുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ദളിത് വിഭാഗത്തിൻ്റെ വോട്ട് ഷെയറിൽ LDF-ന് പരമ്പരാഗതമായി കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ ഇപ്രാവശ്യം കിട്ടാം. അതുകൊണ്ട് ദളിത്സ് ആൻഡ് എക്സ്ട്രീംലി ബാക്ക്വേർഡ് സെഗ്മെൻറ്റ്സ് ഓഫ് സൊസൈറ്റി അവർ LDF-നോടുള്ള ആഭിമുഖ്യം കൂടുതലായി തുടരുന്നു. ക്ഷേമ പദ്ധതികളുടെ ഒരു ഫലം കൂടി ആകാം. ഗവൺമെൻറ് എല്ലാ വിഭാഗങ്ങളും ചേർത്ത് പിടിച്ചു എന്നതുകൊണ്ടാവാം. അതിൻ്റെ വിശകലനം അങ്ങനെയാണ് പോകുന്നത്, അങ്ങനെ പോകാനൊക്കൂ. അതുകൊണ്ടാണ് ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 25 തദ്ദേശ തെരഞ്ഞെടുപ്പിലും തെക്കൻ ജില്ലകളിൽ നഷ്ടപ്പെട്ടു പോയത് ഭാഗികമായി തിരിച്ചെത്തിയിരിക്കുന്നു LDF-ന് അനുകൂലമായി. അതെന്തുകൊണ്ടാണ്? മുസ്ലിങ്ങൾ കേരളം കൊണ്ടുപോകുന്നു, വടക്കൻ
കേരളം, അതായത് മലബാർ മേഖലയിലാണ് UDF തേർവാഴ്ച. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ കയ്യിലെ കളിപ്പാവയാവും ഭാവി ഭരണകൂടം എന്ന ചിന്ത ഈഴവ സമുദായത്തെയും നായർ സമുദായത്തെയെങ്കിലും ചിലരും ഒക്കെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ മുസ്ലിം ജനസാമാന്യത്തെ LDF വിരുദ്ധരാക്കി മാറ്റിയെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ഇഫക്റ്റ് കൊണ്ടല്ല, മറിച്ച് മുസ്ലിം ഡോമിനേഷൻ ഭയന്ന് ഒരുപക്ഷെ ഈഴവ സമുദായത്തിൻ്റെ ഒരു ഭാഗം തിരിച്ച് LDFിലേക്ക് BJPയിലേക്ക് പോയിരുന്ന ഒരു ഭാഗമാണ്. പരമ്പരാഗതമായ LDF വോട്ടേഴ്സാണ് മഹാഭൂരിപക്ഷം ഈഴവ സമുദായ അംഗങ്ങൾ. അതിലൊരു ഭാഗം തിരിച്ച് LDFിലേക്ക് വന്നു എന്നാണ്, പൂർണ്ണമായി എത്തിയെന്നല്ല. അവിടെ കാണുന്ന വിശകലനം ഈ വിഭാഗത്തിൻ്റെ മാത്രം പിന്തുണ കൊണ്ട്, തിരിച്ചു വന്നവരുടെ മാത്രം പിന്തുണ കൊണ്ട് ആവശ്യത്തിന് നമ്പേഴ്സ് ലഭിക്കില്ല. കാരണം കേരളത്തിൻ്റെ ഡെമോഗ്രഫി അങ്ങനെയാണ്. ക്രിസ്ത്യൻസ് 18%, മുസ്ലിംസ് 28%, ഈഴവാസ് 27% or 27-28%, നായർ 13-14%, പിന്നെ ബാക്കിയുള്ള ആളുകൾ പല പല ചിതറി നിൽക്കുന്ന വിഭാഗങ്ങൾ. ഇവരെല്ലാം വ്യത്യസ്തമായി ചിന്തിക്കുന്നു. അവരെല്ലാം തന്നെ ക്രോസ് വോട്ടിംഗ് ഉണ്ട്. ഉദാഹരണത്തിന് നായർ സമുദായത്തിൽ BJPയിലേക്കും ഇടതുപക്ഷത്തേക്കും കോൺഗ്രസിലേക്കും ഒക്കെ തിരിയുന്ന വോട്ടുകളുണ്ട്. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായിട്ടല്ല. പക്ഷെ ഒരു UDF ആണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് വരുന്നത് നായർ സമുദായ അംഗമായിരിക്കും എന്ന ചിന്തയിൽ ഒരുപക്ഷെ കുറച്ച് നായർ സമുദായ അംഗങ്ങൾ കൂടുതലായി പ്രാവശ്യം UDFന് അനുകൂലമായി ചിന്തിച്ചേക്കാനും സാധ്യതയുണ്ട്. അത് സർവേ റിപ്പോർട്ടിൽ കൃത്യമായി അത് എടുത്തു പറയുന്നില്ല. അത് വിശകലനത്തിൻ്റെ ഭാഗമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതിയാകും. അതുകൊണ്ട് ആകമാന ചിത്രം എന്താണ്? പ്രൊജക്ഷൻസ് ആർ ബേസ്ഡ് ഓൺ മൾട്ടിപ്പിൾ ലെവൽ. ഒരു പ്രൊജക്ഷൻ അടിസ്ഥാന വർഗ വോട്ടിനെ, വർക്കിംഗ് ക്ലാസ് വോട്ടിനെ, ക്ഷേമ പദ്ധതികൾ ലഭിക്കുന്നവരുടെ വോട്ടിനെ, അതൊക്കെ പാരാമീറ്റേഴ്സാണ്. ക്ഷേമ പദ്ധതികളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് കേരളത്തിൽ പൊതുവെ സർവേകൾ കാണുന്നത്. നോക്കൂ, 62 ലക്ഷം പേരാണ് കേരളത്തിൽ ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം കിട്ടുന്ന ആളുകൾ. ഈ 62 ലക്ഷം പേരെന്ന് പറയുമ്പോൾ 4 സമ്മതിദായകരിൽ ഒരാൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണ്. പെൻഷനോ ക്ഷേമ പെൻഷനോ വാങ്ങുന്നവരോ സർക്കാർ ജീവനക്കാരോ ഒക്കെയാണ്. ഇവരുടെയൊക്കെ പൂർണ്ണ പിന്തുണയൊന്നും LDFന് കിട്ടില്ല. പൊളിറ്റിക്കലി ആണല്ലോ കേരളം ചിന്തിക്കുന്നത്. പക്ഷേ അവരുടെ ഗുഡ് വില്ല് ഒരു അവഗണിക്കാനാവാത്ത ഒരു ശക്തിയാണ്. രണ്ടാമത്തെ ഒരു സെഗ്മെൻറ്റ് ജെൻ സി ആണ്. ഇപ്പോൾ 18 വയസ്സിനും ഒരു 29-30 വയസ്സിനും ഇടയിലുള്ള പുതിയ തലമുറ വോട്ടർമാരാണ്. അവരുടെ പ്രിഫറൻസ് UDFന് അനുകൂലമായിട്ടാണെന്നാണ് ഇപ്പോൾ സർവേകൾ. വലിയ പ്രിഫറൻസ് അല്ല, മാർജിനൽ എഡ്ജ് ഓഫ് UDF ഓവർ LDF എന്നാണ് ജെൻ സിയുടെ സമീപനം. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു നിരാശാബോധം ബാധിച്ചിരിക്കുന്നു. കേരളത്തിൽ പഠിച്ചിട്ട് ഇനിയും കാര്യമില്ല, കേരളത്തിൽ ജോലി ലഭിക്കില്ല, ഇവിടം വിട്ടു പോകണം. മാറി മാറി വന്ന സർക്കാരുകൾ വേണ്ട ശുഷ്കാന്തി കാട്ടിയില്ല. അതിലൊരു ഭാഗം BJPയിലേക്ക് പോയി, മറ്റൊരു ഭാഗം ഇടതുപക്ഷ വിരുദ്ധതയുടെ സിംഹഭാഗവും സ്വാഭാവികമായി വരുന്നത് UDFിലേക്കല്ലേ. പക്ഷേ അവിടെ ഒരു സംശയമുണ്ട്. യൂണിവേഴ്സിറ്റികളും നോക്കൂ, കോളേജുകൾ, സ്കൂളുകൾ, കലാലയങ്ങൾ, അവിടെയൊക്കെ പ്രധാനപ്പെട്ട സമ്മർദ്ദ ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നത് CPMനോട് അടുത്ത് നിൽക്കുന്ന SFI അല്ലേ? അങ്ങനെയെങ്കിൽ സ്റ്റുഡൻസ് SFIയെ കോളേജുകളിൽ തിരഞ്ഞെടുക്കുന്നു, സ്കൂൾ പാർലമെൻറ്റിൽ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ പിന്നെ ഈ വിഭാഗം ചെറുപ്പക്കാർ ജസ്റ്റ് ഔട്ട് ഓഫ് യൂണിവേഴ്സിറ്റീസ് അവരൊക്കെ മാറി ചിന്തിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഒരു പക്ഷേ ക്യാമ്പസുകളിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അവിടെ SFI ജയിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഫിയർ സൈക്കോസ് ജനറേറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ എല്ലാവർക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം ലഭിക്കാത്ത ഒരു അന്തരീക്ഷത്തിൽ ഒരു പക്ഷേ ജയിച്ചു വരുന്നതാണോ ഏകപക്ഷീയമായി? അല്ലെങ്കിൽ ഇടിയിലൂടെ അല്ലെങ്കിൽ ഇടിമുറികളുള്ള ക്യാമ്പസുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇടിമുറികളൊക്കെ പലപ്പോഴും SFIയുമായി ബന്ധപ്പെട്ട് പലരും ആരോപിക്കുന്നുണ്ട്. ആരോപണമാണ്. പക്ഷേ അതിൽ പലപ്പോഴും പല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകളും അതിൽ സത്യങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതൊക്കെയാണോ കാരണം? അതുകൊണ്ട് വിദ്യാർത്ഥി മനസ്സ് പ്രതിഷേധിക്കാൻ തയ്യാറായി നിന്ന ക്യാമ്പസുകളിൽ നടക്കാതെ പോയത് ക്യാമ്പസിന് വെളിയിൽ വോട്ടിംഗ് സമയത്ത് അവർ ആഞ്ഞു കുത്തിയതാണോ? ഇങ്ങനെയൊക്കെയുള്ള വിശകലനങ്ങൾ സ്വാഭാവികമായി കടന്നു വരുമല്ലോ. അതിലൊരു ഭാഗം BJPക്ക് തന്നെയാണ് പോകുന്നത്. അതും നോക്കണം. ഈ UDF LDF സംവിധാനത്തോട് കർശനമായ വിയോജിപ്പുള്ളത് സീനിയർ സിറ്റിസൻസിന് മാത്രമല്ല, ജൂനിയേഴ്സും ഉണ്ട്. വലിയ ആവേശപൂർവ്വമാണ് അവരൊക്കെ BJPക്ക് അനുകൂലമായി ചെറിയൊരു ഭാഗം യുവാക്കൾ നിന്നത് എന്നും ഓർക്കണം. പല BJP കാൻഡിഡേറ്റ്സും യങ് കാൻഡിഡേറ്റ്സിനെ BJPക്ക് കേരളത്തിൽ ഫീൽ ചെയ്യാൻ കഴിഞ്ഞു എന്നും കൂടി നോക്കണം. അപ്പം മൾട്ടിപ്പിൾ സെഗ്മെൻ്റാണ്. വിമൻ വലിയൊരു സെഗ്മെൻ്റാണ്. വിമൻ, സ്ത്രീ വോട്ടർ അല്ലേ? UDF ഒക്കെ സ്ത്രീ വോട്ടറെ ആകർഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ്. ബസ് യാത്ര സൗജന്യമായി, സർക്കാർ ബസ്സിലെ യാത്ര സ്ത്രീകൾക്ക് സൗജന്യമായി കൊടുക്കുമ്പോൾ വലിയൊരു ഫാക്ടർ അല്ലേ? പെൺകുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ സ്റ്റൈപ്പൻഡ് അഡീഷണൽ. ഇതൊക്കെ ഒരുപക്ഷെ UDFന് എഡ്ജ് കിട്ടാനുള്ള പൊടിക്കൈകളായി ഇത് വന്നിട്ടുണ്ടോ? അതിനെക്കുറിച്ചും അവലോകനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് മൊത്തത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു ചിത്രം, എല്ലാ സർവേകളും പോൾ ഓഫ് പോൾസ് സമഗ്രമായ ചിത്രം പരിശോധിക്കുമ്പോൾ
ആരും പറയുന്നില്ല UDF 8 നിലയിൽ പൊട്ടുമെന്ന്, ഒരു സർവേയും പറയുന്നില്ല. ആകെ ചാണക്യ മാത്രമാണ്, ടുഡേസ് ചാണക്യ മാത്രമാണ് പറഞ്ഞത് ഒരുപക്ഷെ ഹങ് സിറ്റുവേഷൻ. അതിൻ്റെയും റേഞ്ച് വളരെ കൂടുതലാണ്. ഏതാണ്ട് 60 ചില്ലുവാനം മുതൽ 70 ചില്ലുവാനം വരെ സീറ്റുകൾ UDF കിട്ടും. 70 ചില്ലുവാനം എന്ന് പറഞ്ഞാൽ 71 ഈസ് ദ മാജിക് ഫിഗർ. അതിൽ കൂടുതൽ വോട്ടെന്ന് പറഞ്ഞാൽ, അതിൽ കൂടുതൽ സീറ്റെന്ന് പറഞ്ഞാൽ ഭരണകൂടം എന്ന് തന്നെയല്ലേ അർത്ഥം. BJPക്ക് ഇനി എത്ര കിട്ടും എന്നുകൂടി ഈ പറയുന്ന 0 മുതൽ 3 വരെ, 0 മുതൽ 5 വരെ, 0 മുതൽ 7 വരെ, അതുപോലെ 3 മുതൽ 9 വരെ, 3 മുതൽ 7 വരെ, 3 മുതൽ 11 വരെ, ഇങ്ങനെയൊക്കെയാണ് BJPക്ക് ലഭിക്കാവുന്ന സീറ്റുകൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഏകമാന സ്വഭാവമില്ല. പക്ഷെ ആരും പറയുന്നില്ല കേരളം BJP ഭരിക്കുമെന്ന്. BJP കിട്ടുന്ന വോട്ട് ഷെയറിനെ കുറിച്ച് വ്യത്യസ്തമായ കണക്കാണുള്ളത്. ഒരു സർവേ മാത്രം, ചാണക്യ സർവേ മാത്രം പറയുന്നു 20% വോട്ട്, ഹ്യൂജ് വോട്ട്. 20% ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 20% വോട്ട്, അത് 19.86% വോട്ട് 2024 ലഭിച്ചപ്പോൾ 20 മണ്ഡലങ്ങളിൽ നിയമസഭാ സെഗ്മെന്റുകൾ എടുത്തു നോക്കുമ്പോൾ 20 നിയമസഭാ സെഗ്മെന്റിന്റെ ഇതിൽ 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ ആയിരുന്നു. അതിൽ 11 1ാം സ്ഥാനത്തായിരുന്നു. അപ്പോൾ ഈ 11 സീറ്റുകൾ കിട്ടുമെന്നാണോ? 20% ഉണ്ടെങ്കിൽ 11 കിട്ടാം, കിട്ടിക്കൂടായികയില്ല. പക്ഷേ 20% കിട്ടുമോ? ഇവിടെ വിഷയം എന്താണ്? അതും കൂടെ നോക്കണം. അത് സബ്ജക്റ്റീവായി നോക്കിയെങ്കിലേ പറ്റൂ. BJP കേരളം ഭരിക്കുമെന്ന ചിന്ത അധികം പേർക്കില്ല കേരളത്തിൽ. ചില ചിന്തിക്കുന്ന ഓപ്റ്റിമിസം ചിന്തിക്കുന്നതുകൊണ്ട് നാളുകളിൽ ഒരുപക്ഷെ സാധിച്ചേക്കാം. ഇന്നില്ല. ഇന്ന് UDF വേഴ്സസ് LDF ആണ്. BJP സ്റ്റാൻഡ്സ് എ ഗുഡ് ചാൻസ് ഓഫ് വിന്നിംഗ് ട്രിവാൻഡ്രം, സം ഓഫ് ദ സീറ്റ്സ് ഇൻ ട്രിവാൻഡ്രം കോർപ്പറേഷൻ, നേമം ആൻഡ് കഴക്കൂട്ടം ജയിച്ചേക്കാം. അത് വ്യത്യസ്തമായൊരു സാഹചര്യമാണ്. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ എവിടെയാണോ BJP മെച്ചം, അവിടെ BJPയിലേക്ക് ആളുകൾ വോട്ട് ചെയ്തേക്കാം. മറ്റുള്ളിടത്ത് BJPക്ക് ചെയ്യുന്ന വോട്ടുകൾ നഷ്ടമാണ് എന്ന് എണ്ണുന്ന ഒരു മലയാളി, ആ മലയാളിയെയും ഒരുപക്ഷെ പോളുകൾ കാണുന്നു. ഇപ്പം ഇവിടെ 12 മുതൽ 14% വരെയും, ചില സർവേകളിൽ 14 മുതൽ 15% വരെയും ഒക്കെയാണ് BJPയുടെ വോട്ട് ഷെയറായി പറയുന്നത്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഒരു ഷെയർ. അത് മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12% ലഭിച്ചത്. ഒരു സീറ്റ് ലഭിച്ചില്ലല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% ലഭിച്ചപ്പോൾ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. അത്ഭുതകരമായ രീതിയിൽ പല മണ്ഡലങ്ങളിലും സ്ഥാനത്തിൽ 3 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. ഇനി ഒരു മണ്ഡലത്തിലെ ശരാശരി വോട്ടിൻ്റെ ഒരു ലെവലും കൂടെ പറയാം. BJPക്ക് എന്തുകൊണ്ട് ജയിക്കാൻ ബുദ്ധിമുട്ട് വരും എന്നത്. ശരാശരി ഒരു മണ്ഡലത്തിൽ ഏതാണ്ട് 1,80,000 വോട്ടുകൾ കാണും. 1,60,000, 1,55,000 വോട്ടുകൾ പോൾ ചെയ്യപ്പെടാം. അല്ല എങ്കിൽ ചില മണ്ഡലങ്ങൾ 2 ലക്ഷത്തോളം വോട്ടുകളുണ്ട് മണ്ഡലത്തിൽ. പക്ഷേ എല്ലാം പോൾ ചെയ്യപ്പെടില്ലല്ലോ. 1,60,000 പോൾ ചെയ്യുന്നു എന്ന് കരുതിയാൽ അവിടെ BJP പറയുന്നത് 30,000-ൽ കൂടുതൽ വോട്ടുകൾ തങ്ങൾക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടിയ മണ്ഡലങ്ങളെ തങ്ങൾ A ക്ലാസ്സായി കാണുന്നു. അവിടെ നിന്നും ഒരുപക്ഷെ 40,000, 50,000, 55,000, 60,000 മാറ്റാൻ ഞങ്ങൾക്ക് കഴിയും. വ്യത്യസ്തമായ സാഹചര്യത്തിൽ കാൻഡിഡേറ്റിന് മേന്മ, തെരഞ്ഞെടുപ്പ് പ്രചരണം, പണം എല്ലാം ഫാക്ടറാണ്. പക്ഷേ അതിന് കഴിയുന്നുണ്ടോ? അങ്ങനെ കഴിയുന്ന ഒരു 10ഓളം സീറ്റുകളിലാണ് അല്ലേ? പാലക്കാട് സീറ്റ്, ഒരുപക്ഷെ മഞ്ചേശ്വരം സീറ്റ്, കാസർഗോഡ് സീറ്റ്, തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ്, നേമം, ചുറ്റുപാടുമുള്ള കഴക്കൂട്ടം, ആ സീറ്റുകൾ, പിന്നെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ സീറ്റ്, ഇവിടെയൊക്കെയാണ് 30,000-ൽ കൂടുതൽ, ഒരുപക്ഷെ 40,000-45,000 വോട്ടൊക്കെ ലഭിക്കുന്നത് അസാധ്യമല്ല. തിരുവല്ല സീറ്റ്, അതുപോലെ പാലാ സീറ്റ് ഒക്കെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഷോൺ ജോർജും അനുപാരനൊക്കെ മത്സരിച്ച സീറ്റുകളാണ്. ഇവിടെയൊക്കെ വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയിരുന്നു. പക്ഷേ 30,000 ഈസ് നോട്ട് എ വിന്നിംഗ് മാർജിൻ. എനി കേസ് 40,000 ഓൾസോ ഈസ് നോട്ട് എ വിന്നിംഗ് മാർജിൻ. അപ്പം തുല്യമായ വോട്ടുകൾ വീതിച്ച് പോയാൽ ഒരു 55,000 ഒക്കെ വോട്ടുകൾ ലഭിച്ചാൽ ഒരുപക്ഷെ വിജയിച്ച് വരാം. 60,000 ആണെങ്കിൽ വിന്നിംഗ് മാർജിൻ തന്നെയാണ്. 55,000 ഒക്കെ വോട്ടുകൾ, ടൈറ്റ് 3 കോർണർ കോൺടെസ്റ്റ്, ഒരുപക്ഷെ വിജയ സാധ്യതയാണ്. 60, 62, 64,000 വോട്ടുകൾ എന്നത് കൃത്യമായ വിജയ ഫോർമുലയുമാണ്. അത്രയും വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുള്ളത് നേമം, ഒരുപക്ഷെ കഴക്കൂട്ടം മണ്ഡലങ്ങളിലാണ് എന്നതുകൊണ്ടാണ് 2ലേക്ക് ഒരുപക്ഷെ ചുരുങ്ങാം. ചിലപ്പോൾ 3ാം സ്ഥാനത്തേക്ക് വരാം. ശോഭാ സുരേന്ദ്രൻ നല്ല സാധ്യത ഉണ്ടായിരുന്നു പാലക്കാട് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയൂ. അത് അവസാന നിമിഷം വന്ന ചില മാറ്റമറിച്ചിലുകൾ ഒരുപക്ഷെ ആ സാധ്യതയെ മാറ്റിമറിച്ചിട്ടുണ്ടാവാം. അങ്ങനെയാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, പോൾസ്റ്റേഴ്സ് പിടയ്ക്കുന്നത് എവിടെയാണ്? BJPക്ക് ലഭിക്കാൻ സാധ്യതയുള്ള 15% വോട്ടിനെ 15% സീറ്റായിട്ട് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്താൽ അമ്പയെ പാളിപ്പോകും. അങ്ങനെ ഒരു സംഭവമില്ല. സെലക്ട് കേന്ദ്രങ്ങളിലാണ് BJP ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കാർഡടച്ച് വെടിവെച്ചിട്ടില്ല. അവിടങ്ങളിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് മാത്രം എടുത്തുകൊണ്ട് വിശകലനം ചെയ്താലേ BJPയുടെ അവസ്ഥ അറിയൂ. BJP കട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് UDF വോട്ടാണോ LDF വോട്ടാണോ അതും പരിഗണിക്കേണ്ടതാണ്. അപ്പം ആത്യന്തിക വിജയപരാജയങ്ങളിൽ ഇതെല്ലാം പരിഗണനാ വിഷയമാവുമ്പോൾ ആകമാന ചിത്രത്തിൽ ഇങ്ങനെയാണ്.
ന്യൂനപക്ഷ കൺസോളിഡേഷൻ്റെയും ഭരണവിരുദ്ധതയുടെയും ചിറകിലേറി UDFന് കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കാം. ഒരുപക്ഷെ വേവ് ലൈക്ക് ഫോർമേഷൻ ഉണ്ടെങ്കിൽ, തരംഗ സാധ്യതയുണ്ടെങ്കിൽ അത് മലബാറിൽ നിന്നും തെക്കോട്ട് ഇരമ്പിയെത്തുന്ന തരംഗമാകും. തരംഗം ആരും പ്രവചിക്കുന്നില്ല, പക്ഷേ തരംഗം പൂർണ്ണമായി ഇല്ല എന്ന് പറയാനുമാവില്ല. ഈ കണക്കൂട്ടുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ചില ഫിഗേഴ്സ് ആയിരിക്കും അവസാനം വരാൻ പോകുന്നത്. പക്ഷേ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരുന്നുവെങ്കിൽ അതിനെ അട്ടിമറികളിൽ വലിയ അട്ടിമറി എന്ന് പറയേണ്ടി വരും. കാരണം ആ രീതിയിൽ ഒരു പ്രൊജക്ഷൻസും വരുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് ഇനി ദിവസങ്ങളിൽ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാം. UDF ജയിച്ചു വരികയാണെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്തായിരിക്കും? മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിന് മേൽ മുസ്ലിം ലീഗ് വൻ സമ്മർദ്ദം ചെലുത്തുമോ? ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിക്കുമോ? കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ആട്ടി പൊട്ടുമോ? VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ക്യാമ്പുകൾ തമ്മിൽ യുദ്ധം നടക്കുമോ? അതിൽ മുസ്ലിം ലീഗ് മുൻകൂട്ടി പറഞ്ഞു വെച്ചു. ജനപിന്തുണ ഈ സർവേയിൽ ഒരു കാര്യം കൂടെ കണ്ടെത്തി. പിണറായി വിജയനാണ് ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി. അതെന്തുകൊണ്ടാണ്? പിണറായി വിജയൻ മാത്രമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ മുഖം. ഇടതുപക്ഷത്തെ പിന്തുണച്ച എല്ലാവരും ഒറ്റ പേര് പറഞ്ഞു, പിണറായി വിജയൻ. 3% പേര് മാത്രം പറഞ്ഞു ശൈലജ. വേറൊരു പേരില്ല അവിടെ. പക്ഷേ UDFൽ പല പേരുകളും വന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് 9% പേര് പിന്തുണ കൊടുത്തു. രമേശ് ചെന്നിത്തല ആകുന്നതാണ് നല്ലത് എന്ന് UDF വോട്ടർമാരാണ്. LDFകാർ പറയില്ലല്ലോ. അവർ ജയിക്കുമെന്നല്ലേ പറയൂ, പിണറായി ജയിക്കുമെന്നല്ലേ പറയൂ. പക്ഷേ 21% പേര് 22% പേര് VD സതീശൻ അനുകൂലമായി ചിന്തിക്കുന്നു. 3%, 4% പേര് KC വേണുഗോപാൽ വരാനാണ് സാധ്യത എന്ന് ചിന്തിക്കുന്നു. മറ്റ് പല പേരുകളും പറഞ്ഞവരുണ്ട്. കെ മുരളീധരൻ്റെ ഉൾപ്പെടെ പേര് പറഞ്ഞവരുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ പിണറായി വിജയൻ ഒറ്റയ്ക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ നമ്പേഴ്സ് കളക്റ്റീവ്ലി കോൺഗ്രസിൻ്റെ സാധ്യതാലയത്തിലുള്ള പലർക്കും വേണ്ടി കിട്ടി. കാരണം കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തിയല്ല മത്സരിച്ചത്. പാണക്കാട്ട് നിന്നുകൊണ്ട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വെച്ചു. അങ്ങനെയാണ് ജനാഭിപ്രായം എന്നാണ് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ അതിനർത്ഥം എന്താ? VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതാണ് തങ്ങൾക്ക് സ്വീകാര്യം, കാരണം ജനഹിതം അതാണ് എന്ന് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ നിലപാടുകൾ 5ാം മന്ത്രി, 6ാം മന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ, അധികാര പങ്കുവയ്ക്കൽ ഒക്കെ ഇനിയുള്ള മണിക്കൂറുകളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകമാകും. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് 4ാം തീയതി പെട്ടി പൊട്ടിച്ച് വോട്ടെണ്ണുമ്പോൾ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമ്മൾ വിശകലനം ചെയ്ത എക്സിറ്റ് പോൾ ഫലങ്ങളും യഥാർത്ഥ ഫലങ്ങളും തമ്മിൽ എത്രത്തോളം വ്യത്യാസമാണ് എന്നതും അതിൽ നിന്ന് എന്ത് പ്രൊജക്ഷൻസ് ആണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നത് എന്നും അടുത്തൊരു വീഡിയോയിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊള്ളാം. താങ്ക് യു വെരി മച്ച്.